ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇലയട അല്ലെങ്കിൽ ഇലയപ്പം എന്ന് പറയുന്ന നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കലരി ഉപയോഗിക്കാം. ഇനി ഈ അരി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അരി ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി ഈ മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 കപ്പും ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ ഇതുപോലെ അരച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ച അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം, അതുപോലെ വറുത്ത അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. പച്ച അരിപ്പൊടി ആണെങ്കിൽ ഇതുപോലെ സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് ചക്ക വരട്ടിയതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരുടെ അടുത്തും ചക്ക വരട്ടിയത് ഉണ്ടാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഫില്ലിങ് വെച്ചിട്ടും നമ്മൾ ഈ അട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഈ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഒരു 2 അടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കാം. ഈ ഒരു ഫില്ലിങ്ങിൽ നമുക്ക് ഈ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പഴം ചേർക്കാം, അവിൽ ചേർക്കാം, അതുപോലെ തന്നെ ചക്ക ചേർത്തിട്ടും ചെയ്യാറുണ്ട്. ചക്ക വരട്ടിയത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിലിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇതിനി നമ്മൾ ഈ ശർക്കരയും നാളികേരവും നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ശർക്കരയിൽ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നാളികേരം നല്ല ഡ്രൈ ആയി കിട്ടണം, അതുവരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്തിന് നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർക്കാം. പിന്നെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയും നാളികേരം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കാം. ഇനി ചക്ക വരട്ടിയത് വെച്ചിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ചക്ക വരട്ടിയതിൻ്റെ അളവ് അതെ നമ്മുടെ ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഏലക്കപ്പൊടിയും നെയ്യൊന്നും ചേർത്ത് കൊടുക്കണില്ല. ചക്ക വരട്ടിയതിൽ ഓൾറെഡി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഒരു 6 എണ്ണം വരെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇല എടുക്കുക. എന്നിട്ട് ഓരോ ഇല എടുത്തിട്ട് അതിൽ 1-2 ടേബിൾ സ്പൂൺ മാവ് വെച്ച് കൊടുക്കാം. അതിനുശേഷം കൈ കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ അത് നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്താനായിട്ട് തന്നെ നോക്കുക. എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അട കഴിക്കുമ്പോൾ അടയുടെ ചില ഭാഗത്തൊക്കെ മാവ് കുറച്ച് കൂടുതലായിട്ടും ചില ഭാഗത്ത് മാവ് കുറവായിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗവും ഈവണായിട്ട് തന്നെ പരത്താനായിട്ട് നോക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ശർക്കരയും നാളികേരും കൂടിയിട്ടുള്ള ഫില്ലിങ് ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് നമ്മൾ ഇലയിൽ മുഴുവനായിട്ട് വെച്ച് കൊടുക്കണമെന്നില്ല, പകുതി ഭാഗം വെച്ചാൽ മതി. എന്നിട്ട് ബാക്കി വരുന്ന ഇലയുടെ ഭാഗം ഇതുപോലെ മടക്കി വെച്ചാൽ മതി. ഇതുപോലെ ഇനി അടുത്ത അടിയും പരത്തിയെടുക്കുക. അതിനുശേഷം 1-2 സ്പൂൺ ആ ചക്ക വരട്ടിയത് വെച്ചിട്ടുള്ള ഫില്ലിങ് വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചക്ക വരട്ടിയത് കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതിന് മുൻപ് നമ്മൾ ചക്ക വരട്ടിയത് വെച്ചിട്ട് ചക്കപ്പൊതിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അത് കണ്ടിട്ട് ചക്ക വരട്ടുന്നതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. ചക്ക കിട്ടുന്ന സമയത്ത് എന്തായാലും ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പി ഇടാം.
ഇപ്പോൾ ഇത് കയ്യിലുള്ളവർ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ ആ മാവ് മുഴുവനും നമ്മൾ പരത്തിയെടുത്തു. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പരത്തിയെടുത്തിട്ടുള്ള അട ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും അങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ അത് വേവാൻ എളുപ്പമായിരിക്കും. ഇനി ഇത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. എല്ലാ അടയും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയിൽ വെച്ചിട്ടുള്ള അട വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ സമയം വേവിച്ചെടുക്കുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അട നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഇല എടുക്കുമ്പോൾ ഇലയുടെ മേലെ നിന്ന് അട വിട്ടിട്ടുണ്ടാവണം. അങ്ങനെ ആകുമ്പോഴാണ് ഇത് പെർഫെക്റ്റായിട്ട് വെന്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നമ്മളിത് ശർക്കരയും നാളികേരം മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള അടയാണ്. അതിൻ്റെ ഫില്ലിങ്ങൊക്കെ കണ്ടില്ലേ, ഇതൊന്നും പുറത്തേക്ക് വന്നതല്ല. നമ്മൾ അത്രയും കനം കുറച്ച് പരത്തിയതുകൊണ്ട് ആ ഫില്ലിങ്ങൊക്കെ മേലേക്ക് കാണുന്ന രീതിയിൽ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണിത്. പിന്നെ നമ്മൾ ചക്ക വെച്ചിട്ട് ചെയ്തത് അത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കഴിക്കാനും അത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അട നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതായതുകൊണ്ട് കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്